വാപ്പായും ഉമ്മായും ജീവിച്ചിരുന്ന കാലയളവിൽ ധാരാളം നന്മകൾ ചെയ്തവർ മരണത്തിന് ശേഷം ഒന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. അവരുടെ ഖബറിന്റെ അടുക്കലേക്ക് പോയിട്ടില്ല, സിയാറത്ത് ചെയ്തിട്ടില്ല, മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം അവർക്കുണ്ടാവില്ല, അവർ വെറുപ്പിച്ചവരായി രേഖപ്പെടുത്തുമേ. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ വാപ്പയും ഉമ്മയും വെറുപ്പിച്ച മക്കൾ തന്നെ മരിച്ചതിന് ശേഷം ശരിക്ക് ദുആ ചെയ്യുകയും വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കൊടുക്കണമെന്ന നിയ്യത്തിൽ സദഖ ചെയ്യുകയും ചെയ്താൽ അവർ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിയവരായി മാറുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വല്യാപ്പ മരിച്ചിട്ട് ഇത്രയും കാലമായി ഇപ്പോഴും അവർക്ക് വേണ്ടി ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പേർ? സ്വന്തം വാപ്പ മരിച്ചിട്ട് മുടങ്ങാതെ കൃത്യമായി അവർക്ക് വേണ്ടി യാസീൻ ഓതുന്ന ആളുകൾ എത്ര പേർ? ഓതിയാ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരാകുന്ന അയിമ്മത്തുകളോട് പഠിപ്പിച്ചത്, സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബത്ത് അയിമ്മത്തുകൾക്ക് പഠിപ്പിച്ചത് കൃത്യമായവർ അടയാളപ്പെടുത്തുകയാണ്. വാപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നന്മ ചെയ്തതാകുന്ന മക്കൾ ശരിക്കും മനസ്സിലായിക്കോ, മരിച്ചതിന് ശേഷം അവരുടെ ഖബറിന്റെ അടുത്തേക്ക് തീരെ പോകുന്നില്ല. ആൺമക്കൾ ആരും പോകുന്നില്ല, സലാം പറയുന്നില്ല, വെള്ളിയാഴ്ച ദിവസം ഒരു സിയാറത്ത് പോലും നടത്തുന്നില്ല, വർഷത്തിൽ അവരെ ഓർക്കുന്നില്ല, അവർക്ക് വേണ്ടി ഒരു ഖത്മ തീർക്കാനോ ദിക്ർ ചെല്ലാനോ സലാത്ത് ചെല്ലാനോ ഒന്നും ഇവന് സമയമില്ല. എങ്കിൽ തീർച്ചയായും ഗുണം ചെയ്തതാകുന്ന ഈ മകനെ തന്നെ മരണത്തിന് ശേഷം മൈൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിച്ചവനായി രേഖപ്പെടുത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം മോമിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തിന് വലിയ കാര്യമാണ്, അവിടെ പ്രത്യേകം ഗൗനിക്കണം. എന്താ പറഞ്ഞത്? വാപ്പായുമായും ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവൻ നോക്കി, ഇവൻ ശുശ്രൂഷിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ മരിച്ചതിന് ശേഷം ഒരു ഫാത്തിഹ പോലും ഓതുന്നില്ല. സഹോദരിമാരും പ്രത്യേകം മനസ്സിലായിക്കോ, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഫാത്തിഹ ഓതാം, യാസീൻ ഓതാം, ഖത്മ തീർക്കാം. അപ്പ ഉമ്മ മരിച്ചു, ഡെയിലി ഒരു ഫാത്തിഹ ഒരു യാസീൻ നിർബന്ധം. ഓതാതെ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ ഗുണിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടക്കാൻ. എല്ലാ ദിവസവും ഓതുന്ന യാസീൻ ഓതിയതിനു ശേഷം ദുആരക്ക് അല്ലാഹു ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, ദുആരനൂടെ അങ്ങനെ ഹദിയ ചെയ്യണം. ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം മരണപ്പെട്ടവർ കൂടി നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാത്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും വാപ്പാടെയും ഉമ്മാടെയും വെറുപ്പ് സമ്പാദിച്ചവനായി അവനെ രേഖപ്പെടുത്തും. എന്നാൽ ഇവനാരാ? ജീവിച്ചിരിക്കുമ്പോ ഇവരെ വലിയ സംഭവമായിട്ട് നോക്കിയ ആളാ. എന്നാലോ വേറൊരു മകൻ, അവന് ജീവിച്ചിരിക്കുമ്പോ നോക്കാനൊന്നും പറ്റിയില്ല, അവൻ ഗൾഫിലായിരുന്നു. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശുശ്രൂഷയ്ക്കൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വാപ്പായും ഉമ്മായും മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എപ്പോഴും ഖബറിന്റെ അടുക്കൽ പോകും, ദുആ ചെയ്യും. ജീവിതത്തിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരണേ എന്നൊക്കെ പറഞ്ഞ് ദുആരക്കും, അവർക്ക് പൊറുക്കലിനെ തേടും. അപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുക, ഖത്മ തീർക്കുക, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി, വാപ്പാടെ ഉമ്മാടെയും വിഷയത്തിലൊക്കെ സദഖ ചെയ്യുക. അപ്പൊ നേരത്തെ ഇവിടെ ഒരു കുടുംബം ചെയ്തത് ഇവിടെ ഉണർത്തുകയുണ്ടായി. ആ വീട്ടിന്റെ പേരുകാരും അവരുടെ വിഷയങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണർത്താത്തത്. നമുക്കെല്ലാവർക്കും അറിയാം, മൂസാജി എന്ന് പറയുന്ന മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തിക്ക് വേണ്ടി കുടുംബം ചെയ്ത സദഖ, മക്കൾ ചെയ്ത സദഖ ജാരിയായ സദഖയാണ്, എന്നും നിലനിൽക്കുന്ന സദഖയാണ്. പള്ളിക്ക് വേണ്ടി, ദീനി സ്ഥാപനത്തിന് വേണ്ടി കാലാകാലം ഒരു സ്ഥിര വരുമാനം എന്ന നിലയ്ക്ക് അവർ ചെയ്തു കൊടുത്തതാണ്. മാഷാ അല്ലാഹ്, ഈ ചെയ്തതാകുന്ന നന്മ തീർച്ചയായിട്ടും അതവർക്ക് വലിയ ഗുണം ചെയ്യും. മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മയാണ് വലിയ പ്രതിഫലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് തഴവാ ഉസ്താദ് പറഞ്ഞത്. എന്ത് ദാദാ, ഈ 4 വരി ശരിക്കും ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ഗുണം ചെയ്തു മക്കളവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല
മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും. വാപ്പായുമായി ജീവിച്ചിരുന്ന കാലയളവിൽ ധാരാളം നന്മകൾ ചെയ്തവർ മരണത്തിന് ശേഷം ഒന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. അവരുടെ ഖബറിന്റെ അടുക്കലേക്ക് പോയിട്ടില്ല, സിയാറത്ത് ചെയ്തിട്ടില്ല, മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം അവർക്കുണ്ടാവില്ല. അവർ വെറുപ്പിച്ചവരായി രേഖപ്പെടുത്തുമേ. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ വാപ്പയും ഉമ്മയും വെറുപ്പിച്ച മക്കൾ തന്നെ മരിച്ചതിന് ശേഷം ശരിക്ക് ദുആ ചെയ്യുകയും വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കൊടുക്കണമെന്ന നിയ്യത്തിൽ സദഖ ചെയ്യുകയും ചെയ്താൽ അവർ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിയവരായി മാറുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മൻസാറ ഖബറ അബവൈഹി ഫി യൗമിൽ ജുമുഅ കുതിബ ലഹു ബറാ. എല്ലാ വെള്ളിയാഴ്ചയും ആണുങ്ങളോടാണ് ഈ പറയുന്നത്. കാരണം മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ, സാധാരണക്കാരായ കുടുംബാദികൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് ഖബർ സിയാറത്ത് ചെയ്യൽ നമുക്കാണ് സുന്നത്തുള്ളത്, പുരുഷന്മാർക്കാണ്. സ്ത്രീകൾക്ക് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ മസാറുകൾ സുന്നത്താണ്. പുരുഷന്മാർക്കോ സാധാരണക്കാരുടെ ഖബർ സിയാറത്തും സുന്നത്താണ്. വാപ്പയും ഉമ്മയും മരിച്ചുപോയി, അവരുടെ ഖബറിന്റെ അടുക്കലേക്ക് വെള്ളിയാഴ്ച ദിവസം പോയി എന്നുകൊണ്ട് സലാം പറയുന്ന മകൻ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, സലാം പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി ദുആ ചെയ്തുകൊണ്ട് പിരിയവേ, മൻസാറ ഖബറ അബവൈഹി ഫി യൗമിൽ ജുമുഅ കുതിബ ലഹു ബറാ. അവനെ വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്തവൻ എന്ന ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആണ് ഈ വെള്ളിയാഴ്ച സിയാറത്ത്. ഭയങ്കര ശ്രേഷ്ഠതയാണ്. നമ്മൾ ജുമാ കഴിഞ്ഞിട്ട് അപ്പോഴേ തിരിച്ചിറങ്ങാൻ പള്ളിക്കകത്തുനിന്ന് വേഗം ചാടി ഇറങ്ങി ഓടുകയാണ്. കച്ചവടത്തിന്റെ തിരക്ക്. എത്ര പൊരു വെയിലാണെങ്കിലും അവിടെ പോയി നിന്നിട്ട് 10 മിനിറ്റ് ഒന്ന് ദുആ ചെയ്യണം. യാസീനോദി ദ്വാരക്കണം, യാസീനോദി തന്നെ ദ്വാരക്കണം. 5-10 മിനിറ്റല്ലേ ഉള്ളൂ സഹോദരങ്ങളെ. നമുക്ക് വേണ്ടി എത്രയോ നാളുകൾ ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് മാതാപിതാക്കൾ. നമുക്ക് വേണ്ടി കഷ്ടയാതനകൾ അനുഭവിച്ചവരാണവർ. ആ വാപ്പയും ഉമ്മയും നോക്കാൻ വയ്യാത്തവരായി ഇന്നത്തെ തലമുറ മാറി. അന്ന് നീ അവരുടെ മടിയിൽ മുള്ളിയപ്പോൾ അവർ നിന്റെ കവിളിൽ ഞുള്ളി. ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളി. കവിയുടെ വാക്ക് എത്ര കറക്റ്റാണ്. അന്ന് നീ അവരുടെ മടിയിൽ മുള്ളിയപ്പോൾ അവർ നിന്റെ കവിളിൽ ഞുള്ളി. അപ്പായുമ്മായും നിന്നെ ചെറുപ്പത്തിൽ തോളത്തെടുത്ത് വെച്ച് കല്യാണ സദസ്സുകളിലും മറ്റു പ്രോഗ്രാമുകളിലൊക്കെ പോകുമ്പോൾ ഇന്നത്തെ പോലെ പാമ്പേഴ്സ് ഇല്ലാത്തൊരു യുഗം. അന്ന് നീ അവരുടെ ശരീരത്തിലേക്ക് മൂത്രമൊഴിച്ചു കാഷ്ടിച്ചു. പർദയിലും സാരിത്തുമ്പിലും ഒക്കെ ആയിട്ട് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മാക്ക് പിന്നെ ആ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. കല്യാണം പകുതിക്ക് വെച്ചിട്ടേച്ച് പോരേണ്ടി വരികയാണ്. പക്ഷെ ഒരു മടിയും വിചാരിക്കുന്നില്ല. കരയുന്ന നിന്നോട് മാറോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് നൽകി നിനക്ക് ചുംബന നൽകി സ്നേഹലാളനയിൽ വീർപ്പ് മുട്ടിച്ചു പ്രിയപ്പെട്ടതാകുന്ന മാതാവ്. ഇന്നവരെ ഒരു പരിഭവം ഒരാളോട് പങ്കുവച്ചിട്ടില്ല. നിന്റെ കവിളിൽ സ്നേഹലാളത്താൽ ഒരു ഞുള്ളു തന്നു. കരയുന്ന നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് ചുരത്തി തന്നു. പക്ഷെ ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളി. അപ്പയും ഉമ്മയും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഗൾഫിൽ നിന്ന് വർഷങ്ങളായി ഉണ്ടാക്കിയതാകുന്ന സമ്പാദ്യം കൊണ്ട് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാകുന്ന വീടാണ്. അതിപ്പോ അനന്തരം കൈപ്പറ്റാൻ വേണ്ടി നീ കൈവന്നു. അതിനകത്ത് നീ കയറിക്കൂടി. സുഖമില്ലാത്തതാകുന്ന പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട മാതാവ് ഷുഗർ വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നതിന് പേരിൽ അവർ ബാത്റൂമിലേക്ക് പോകുന്നതാകുന്ന സമയത്ത് മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ഇറ്റിറ്റ് മൂത്രം പോകും. അങ്ങനെ ആ ഇറ്റിറ്റ് മൂത്രം പോകുന്ന സമയത്ത് എൻ്റെ റൂമിൽ അത് വന്നു. എൻ്റെ വീടിൽ ഇതാ നജസ് വീണെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി. വാപ്പയും ഉമ്മയും പുറന്തള്ളുന്നതാകുന്ന മാതാപിതാക്കളാണ്, മക്കളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ വാപ്പ എനിക്ക് നോക്കാൻ മേല, ഈ ഉമ്മ എനിക്ക് നോക്കാൻ മേല എന്ന് പറഞ്ഞ് ബാധ്യതയുടെ ലിസ്റ്റ് പറഞ്ഞ് രക്ഷിതാക്കളെ പുറത്തേക്ക് തള്ളാൻ. ഞാനിപ്പോ 2 ആഴ്ച മുമ്പ് പത്തനംതിട്ടയിലെ ഗാന്ധി ഭവൻ എന്ന് പറയുന്ന സ്ഥലം സന്ദർശിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ടാവും. ആരോരുമില്ലാത്തതാകുന്ന രക്ഷിതാക്കളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന മാതാപിതാക്കൾ. 2
ആ സ്ഥാപനം സന്ദർശിച്ചപ്പോൾ ആ സ്ഥാപനത്തെ കൂടുതൽ അറിയുമെന്ന് ഞാൻ പറയാൻ കാരണം എം എ യൂസുഫ് അലി സാഹിബ് അദ്ദേഹം 5 കോടി രൂപ അവിടെയാണ് ആദ്യം കൊടുത്തത്. വൃദ്ധസദനം പോലെ അച്ഛന്മാരും ഉണ്ട്, മുസ്ലിമീങ്ങളിൽപ്പെട്ടവരുണ്ട്, ക്രൈസ്തവ മതവുമുണ്ട്, ഹൈന്ദവ മതവുമുണ്ട്, സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്. അതിനുശേഷം സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി അദ്ദേഹം ഒരു വലിയ ബിൽഡിംഗ് അവിടെ പണിതു. 15 കോടി രൂപ കൊടുത്തുകൊണ്ടൊരു ബിൽഡിംഗ് പണിതു. ആദ്യം 5 കോടി കൊടുത്തു, പിന്നെ ഒരു 15 കോടിക്കൊരു ബിൽഡിംഗ് കൊടുത്തു. ആ ബിൽഡിങ്ങിലാണ് ഞാൻ ചെല്ലുന്നത്. പഴയ ബിൽഡിംഗ് ഉണ്ട് ഓൾറെഡി. അതോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിൽ ചെന്നു. അവിടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോയ സമയത്താണ് ഇത് കാണുന്നത്. അങ്ങനെ ഓരോ ബിൽഡിങ്ങിൽ ചെന്നു. അപ്പോൾ പുരുഷന്മാർക്ക് വാർഡുണ്ട്, സ്ത്രീകൾക്ക് വേറെ വാർഡാണ്. അങ്ങനെയാണ് പോകുന്നത്. അതിൽ തന്നെ പല കാറ്റഗറി ഉള്ളവരുണ്ട്. 3 നിലകളിലായിട്ട് അത് സംവിധാനിച്ചിരിക്കുകയാണ്. ലിഫ്റ്റ് സംവിധാനമുണ്ട്, വലിയ വിശാലമായ ലിഫ്റ്റ് സംവിധാനം. അത്യാവശ്യം ആരോഗ്യമുള്ളവരൊക്കെ ആ ലിഫ്റ്റിൽ തന്നെ കറക്റ്റായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകും. പ്രായമുള്ളവരെ മക്കൾ നോക്കാനില്ലാതെ കൊണ്ടുവന്ന് LKG സ്കൂളിൽ ചേർക്കുന്ന പോലെ കൊണ്ടുവന്ന് ഇട്ടേക്ക് പോയാണ്. ആരോരും ഇല്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പിക്കാൻ. കാല് പഴുത്ത് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, കൈകാലുകളില്ലാത്ത ആളുകളുണ്ട്, തളർവാദം പഠിച്ചവരുണ്ട്, കാല് മുറിക്കപ്പോൾ ഷുഗർ വന്നിട്ട് മുട്ടുവരെ മുറിച്ചു മാറ്റിയവരുണ്ട്, കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ അവിടെ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. ഇവരൊക്കെ നോക്കാൻ ഇതൊക്കെ വേറെ ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വാർഡിലെത്തിയപ്പോൾ അവിടെ മുഴുവൻ ആണുങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഉസ്താദിനെ അറിയുമോ? ഞാൻ ചോദിച്ചാൽ എന്താ? അത് മുമ്പൊരു വാർത്ത വന്നിരുന്നു. ഞാൻ മുമ്പ് പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. കേരളത്തിലെ 2 സ്ഥലങ്ങളാണ് ഭ്രാന്താശുപത്രി ഉള്ളത്. ഏറ്റവും വലിയ ഭ്രാന്ത് ഉള്ള ആളുകളെ മാറ്റുന്നത്. ഞാൻ പ്രധാനമന്ത്രിയാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് നടക്കുന്നവനൊക്കെ അവിടെ കൊണ്ടുപോയിടും. അതായത് വട്ടുകൂടിയ ടീമുകൾ. അങ്ങനെ 2 പേരെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഒന്ന് ഊളംപാറയും മറ്റൊന്ന് ഏതാണ്? കുതിരവട്ടം. തിരുവനന്തപുരത്താണ് ഊളംപാറ, മറ്റേത് കോഴിക്കോട് കുതിരവട്ടം. ഈ 2 സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും വലിയതാകുന്ന ഭ്രാന്താശുപത്രി. അപ്പൊ അതിൽ ഈ 2 സ്ഥലങ്ങളിലും പത്രവാർത്തയുണ്ടായിരുന്നു. ഭ്രാന്ത് മാറിയതാകുന്ന രക്ഷിതാക്കളെ മക്കളുടേതാകുന്ന അഡ്രസ്സിൽ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ വാപ്പ അസുഖം മാറിയിട്ടുണ്ട്, ഉമ്മാക്ക് അസുഖം മാറിയിട്ടുണ്ട്, ഭ്രാന്ത് മാറി. കുറെ കാൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറുമല്ലോ, ഓട്ടോമാറ്റിക്കല്ലേ, അസുഖം മാറ്റൂ. അങ്ങനെ മരുന്നും മറ്റു മന്ത്രമൊക്കെ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് ട്രീറ്റ്മെന്റും ഒക്കെ കൊണ്ട് എല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു പറഞ്ഞിട്ട് 100-ലധികം വരുന്നതാകുന്ന കുടുംബങ്ങളിൽ നിന്ന് റെസ്പോണ്ട് ഇല്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടെന്ന്, പാപ്പായം വേണ്ട, ഉമ്മായം വേണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആലോചിച്ച് നോക്കും, മനുഷ്യൻ സമ്പത്ത് കൂടുമ്പോൾ എത്ര വലിയ അഹങ്കാരിയായി മാറാൻ. നമ്മളൊക്കെ മനസ്സിലായിക്കോണം. ഈ സദസ്സിലുള്ളതാകുന്ന രക്ഷിതാക്കൾ 10-60 കൊല്ലം ഗൾഫിൽ പോയി സമ്പാദിച്ചു വന്നിട്ട് എല്ലാ മക്കൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്നതാകുന്ന രക്ഷിതാക്കളൊക്കെ ശരിക്കും പഠിച്ചോ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കൾക്ക് വേണ്ടി ഈ രാവും പോലും അധ്വാനിക്കുന്നത്. നിങ്ങൾ പള്ളിക്കും ദീനിനും കൊടുത്തത് കാലാകാലം നിങ്ങൾക്ക് ഖബറിലും മഹ്ശറിലും ഒക്കെ നിങ്ങൾക്ക് തുണയാണ്. ഈ കോടിക്കണക്കിന് സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ഹിസാബ് പറയേണ്ടി വരും. ഒരു നയാ പൈസ പോലും അള്ളാഹിന്റെ ദീനിന് വേണ്ടി കൊടുക്കാത്തതിന്റെ പേര്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിനൊന്നും ഒരു മടിയും വെക്കണ്ട. അതിന് എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാകുന്ന രക്ഷിതാക്കൾ അനുഭവിക്കുകയാണ്. ഭ്രാന്ത് പിടിച്ചപ്പോഴത്തേക്കും അവര് സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയതാകുന്ന അവരെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ട് അവർക്ക് തിരിച്ച് വിളിച്ചപ്പോ പലരും നമ്പർ തെറ്റിച്ചു വെച്ചിരിക്കുക. ഉദാഹരണത്തിന് ലാസ്റ്റ് 756 ഉള്ളവൻ 756 ആക്കി. വിളി കെനിയയിലേക്ക് പോവാൻ. വേറെ ഒരുത്തണ്ട്, സുലൈമാൻ ഇവിടെ ഉണ്ട്. സുലൈമാൻ അല്ലല്ലോ, നമ്മുടെ പേര് ഹനുമാനാന്ന്. അല്ലോ, വേറെ കോള് വേറെ കളത്തിലോട്ട് പോയി. സംഭവം എന്തായി? നമ്പർ തെറ്റിച്ചു വെച്ചിരിക്കുക. മാത്രമല്ല അഡ്രസ്സും തെറ്റിച്ചു വെച്ചിരിക്കുക. പലരും ഇവിടെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കുമല്ലോ, ഫോൺ നമ്പർ. കാരണം ഇനി ഒരിക്കലും രക്ഷപ്പെട്ടാൽ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് ആ അർത്ഥത്തിലാ മക്കള്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവസാനം ഉള്ളതിൽ തപ്പി വിളിച്ച് കറക്റ്റ് ചെയ്ത് പലരെയും വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി ഇവരെ വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. എന്നാലോചിച്ചു നോക്ക്, ഭ്രാന്ത് മാറി. അവരവിടെ ഇരുന്ന് കണ്ണീര് വാർക്കാണ് വാപ്പായുമായി. അവരപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു. അസുഖം മാറിയതിനു ശേഷം സ്വന്തം മക്കൾ ഞങ്ങളെ തിരിച്ച് വേണ്ട എന്ന് പറയുന്നു. ആ സമയത്തുള്ള അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരൻ. ആ ഒരു കണ്ണീരൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. ആ ആളുകളെ മുഴുവനും എം എ യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, അവരെ മുഴുവനും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഈ ഗാന്ധി ഭവനിലെ ഈ ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് ഒരു വാർഡ് മുഴുവനും അവർക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണവും പാർപ്പിട സൗകര്യവും എല്ലാം കൊടുത്തിരിക്കുക. ഒരൊറ്റ ദുആ പോരെ. അതിൽ മതം നോക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, അന്യ സമുദായത്തിൽ എല്ലാവരും ഉണ്ട്. മനുഷ്യർക്കിടയിൽ ഈ മതം തീർക്കുന്നത് ആരാ സഹോദരങ്ങളെ? വിദ്വേഷവും വെറുപ്പും തീർക്കുന്ന ആളുകളല്ലേ.
ഇത് മനുഷ്യത്വ മാനവികത ഉണർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നു. കാരുണ്യം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യൻ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. അദ്ദേഹം അവരെ മുഴുവൻ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു, താമസൗകര്യം ഒരുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മക്കൾ നോക്കാനില്ലാത്ത എത്രയോ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇന്നും വീട്ടിൽ വസിക്കുന്നതാകുന്ന രക്ഷിതാക്കൾക്ക് സമാധാനം ഇല്ല മക്കളെ കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. മാതാപിതാക്കളെ കരയിക്കൽ വൻ പാപങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്, വൻ പാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാവിനെയും പിതാവിനെയും കണ്ണീര് നിന്റെ വിഷയത്തിലുണ്ടായിട്ടുണ്ടോ? നീ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവനാ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരു സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ ഹബീബല്ലാഹ്. പരിശുദ്ധമായ ബദറിലേക്ക് ഞാനുമുണ്ട് നബിയെ, യുദ്ധത്തിന് ഞാനും വരുന്നു റസൂലേ. ബദറിലേക്ക് സ്വഹാബത്തിനെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ട് കൃത്യമായി എണ്ണം തികയ്ക്കുമ്പോ 1000-ഓളം വരുന്ന ശത്രുക്കളോട് അടരാടാൻ 313-ഓളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സ്വഹാബത്താണ് നബി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നതായ ഒരു സ്വഹാബിയോട് ചോദിക്കുന്നു, എന്തിനാണ് നീ വന്നത്? തങ്ങളോടൊപ്പം ജിഹാദാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദതുക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയേ, എന്റെ വാപ്പയാണ് മരിച്ചുപോയത്, ഉമ്മ ഇപ്പോഴും ജീവനോടുണ്ട് റസൂലേ. പ്രായമേറിയ ഉമ്മയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഫീഹാ ജാഹിദ്, ഫഫീഹാ ജാഹിദ്. പരിശുദ്ധമായ ബദറിൽ പങ്കെടുത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ ധർമ്മസമരമാകുന്ന ബദറിലേക്ക് നിനക്ക് സ്വാഗതമില്ല, സ്വാഗതമില്ല. അതിനേക്കാൾ വലുത് നിന്റെ മാതാവിന് ഖിദ്മത്തെടുത്ത് വീട്ടിൽ കൂടലാണ്. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഹദീസിൽ കാണാ, ഏറ്റവും വലിയ അമല് ഏതാ? റസൂലുള്ളാഹി മറുപടി കൊടുക്കുകയാണ്, അസ്സലാത്തു ലിവഖതിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ചോദ്യകർത്താവ് സഹാബി ചോദിക്കുകയാണ്, രണ്ടാമത്തത് ഏതാണ് റസൂലേ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാ രണ്ടാമത്തെ ഏറ്റവും വലിയ അമലെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുമ്മ അയ്യുൻ യാ റസൂലല്ലാഹ്, മൂന്നാമത്തെ ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. ബദറിലേക്ക് ചുവടുവെക്കുന്നത്, ഉഹദിലേക്ക് ചുവടുവെക്കുന്നത്, ഖന്തക്കിലേക്കും ഖൈബറിലേക്കും യർമൂക്കിലേക്കും തബൂക്കിലേക്കും നിന്റെ കാൽവെപ്പ് വരുന്നതിന് മുമ്പ് നിന്റെ മാതാപിതാക്കളെ സേവിക്കണേ, അവർക്ക് ഖിദ്മത്ത് എടുക്കണേ. അതാണ് വലുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണ്ട പാഠമാണ് പെങ്ങളെ. എനിക്ക് ഇന്നടുത്ത് പോകണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇന്നത് സമ്പാദിക്കണം, എനിക്ക് ദുനിയാവിന്റെ പിറകെ ഓടണമെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതായ മക്കളെ, ആഖിറവും ദുനിയാവും നഷ്ടമാണ്, നഷ്ടമാണ്. നീ ചെയ്യുന്ന സുഹൃതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നിസ്കാരം കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള അമല് വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനുമുണ്ട് നബിയേ, എന്നെ കൂടി കൊണ്ടുപോയാൽ 314 ആക്കാമല്ലോ എന്ന് പറഞ്ഞ് കടന്നു വന്ന സ്വഹാബിയെ നബി തങ്ങൾ പറഞ്ഞു വിടുകയാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, നീ നിന്റെ ഉമ്മായെ നോക്കണേ. വാപ്പയില്ലാത്തതാകുന്ന ഉമ്മയല്ലേ, അവർക്ക് വേണ്ടി ഖിദ്മത്തെടുത്തു കൂടലാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ,
ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമുള്ളത്, അവർക്ക് സേവനം ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഉമ്മയുടെ മുഖകമലമൊന്ന് കടന്നു വരട്ടെ. ഏത് പാതിരാത്രി നീ ഫോൺ വിളിച്ചാലും, ഏത് സമയത്ത് നീ കടന്നു ചെന്നാലും നിനക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ സ്നേഹം മറക്കാൻ പറ്റുമോ സഹോദരാ? ഉമ്മയുടെ സ്നേഹം മറക്കാൻ സാധിക്കുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ കരയുകയാണ്. കാരണം ഇതൊരു സാധാസീത വ്യക്തിയല്ല. ജീവിതത്തിന്റെ എല്ലാ നന്മകളിലേക്കും എല്ലാ പടവുകളും കയറി എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് ഉമ്മയാണ്. ഇന്ന് നീ എത്തിപ്പെട്ടതാകുന്ന മേഖലകൾ, സാമ്പത്തികമാകുന്ന മേഖലകളിൽ, രാഷ്ട്രീയമായ മേഖലകൾ, സമുദായത്തിന്റെ അപ്പോസ്തലന്മാരായി എത്തിയത് നിന്നെ ഇന്ന് ജനങ്ങൾ കാണുമ്പോൾ നിന്നെ ആനയിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്നത്, നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, നിന്നോടുള്ള ആദരവൊക്കെ കിട്ടാൻ കാരണം ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. എത്ര കാലം നീ ഗൾഫിൽ അധ്വാനിച്ചവനാണ്. ഫോൺ വിളിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് സമയമില്ല, പ്രവാസിയോട് സംസാരിക്കാൻ സമയമില്ല, 2 മിനിറ്റ് പോലും അവർക്ക് സമയമില്ല. പ്രവാസിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ, ഐഫോൺ വാങ്ങാൻ ഇഷ്ടമാണ്. കടന്നു വരുമ്പോൾ പൊതി വാങ്ങാൻ ഇഷ്ടമാണ്. അദ്ദേഹം സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് വിവാഹം എത്രയോ നടത്തിയിട്ടുള്ളതാണ്. ആ രീതിയിൽ ഇറങ്ങിപ്പോയതാകുന്ന പെങ്ങളാണ്, അവരുടെ കുടുംബങ്ങളാണ്, മക്കളാണ്, തലമുറയാണ്. ഒരാൾക്ക് പോലും അവരുടെ സമ്പത്തല്ലാതെ അവരുമായി 2 മിനിറ്റ് പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും ഒരു ഈദുൽ ഫിത്തറിന്റെ ആശംസ പറയാ പോലും സമയമില്ല. എന്നാൽ ഒരാൾ മാത്രം സമയം കണ്ടെത്തുകയാണ്. അത് പ്രിയപ്പെട്ട ഉമ്മയാണ്. എത്ര മിനിറ്റ് സംസാരിച്ചാലും ഉമ്മാക്ക് വിഷമമില്ല, പ്രയാസമില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്ന് കാത്തിരിക്കാനും ഉമ്മ തയ്യാറാണ്. ഭാര്യ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം, മക്കള് സുഖലോലുപതയിൽ, വാപ്പ വാങ്ങിച്ചതാകുന്ന AC വെച്ചുകൊണ്ട് സുഖലോലുപതയിൽ എയർ കണ്ടീഷൻ റൂമിൽ ശീതള ചായയിൽ റാഹത്തായി ഉറങ്ങിയിട്ടുണ്ടാകാം. ഉറക്കമില്ലാതെ വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്ന് പാതിരാത്രി സമയത്ത് നീ വരുമ്പോ പൊന്നുമോനെ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ച് സ്നേഹലാളനയിൽ നിനക്ക് വേണ്ടി ഭക്ഷണം തന്ന് വിരുപ്പൂട്ടിയതാകുന്ന പ്രിയപ്പെട്ട മാതാവ്, അവരുടെ പൊരുത്തമാണ് വലുത്. മിനൽ കബാഇരി ബുകാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കൽ ഏറ്റവും വലിയ പാതകമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യ കാമുകന്മാരുമായി വർത്തമാനം പറഞ്ഞ്, കാമുകനുമായി ബൈക്കിൽ കിന്നാരം പറഞ്ഞ്, സൊറ പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ പോയിരുന്ന് രാത്രിയുടെ യാമങ്ങൾ വരെ സജീവമാക്കുന്ന പെൺകുടികളില്ലേ? രാവിലെ ഉമ്മയതാ ചുംബനം കൊടുത്തിട്ട് വിടുന്ന പെങ്ങളാണ്, പൊന്നുമോളാണ്. അവളിതാ മാതാപിതാക്കളെ കബളിപ്പിക്കുകയാണ്. ശരീരത്തിലേക്ക് ഇട്ട യൂണിഫോം ബാഗിനുള്ളിലാക്കി മറ്റൊരു ഡ്രസ്സും ധരിച്ച് കാമുകനുമായി ബൈക്കിലൂടെ കറങ്ങുകയാണ്. പയ്യന്നൂർ ടൗണിലൂടെ കറങ്ങി നടക്കുകയാണ്, ബീച്ച് റോഡുകളിലൂടെ കറങ്ങി നടക്കുകയാണ്. തിയേറ്ററാകുന്ന എല്ലാ തിയേറ്ററിലും കയറി വൈകുന്നേരം വരെ സിനിമകൾ കണ്ട് രസിക്കുകയാണ്. പാർക്കിലും മാളിലും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. രാത്രി ഒന്നും അറിയാത്തതുപോലെ വീട്ടിലേക്ക് കടന്നു വരുകയാണ്. ആരെയാണ് പെങ്ങളെ നീ കളിപ്പിക്കുന്നത്? സിഗരറ്റ് വലിച്ചും MDMA-യും LSD-യും അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് എതിരിൽ നിലകൊള്ളുന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ, ആരുടെ പൊരുത്തമാണ് നീ കാണുന്നത്? ആഖിറം നഷ്ടമാണ്. നിന്നെ വിശ്വസിക്കുന്ന ഉമ്മ, പെങ്ങളെ നിന്നെ വിശ്വസിക്കുന്നതാകുന്ന വാപ്പ, അവരെ നീ പ്രയാസപ്പെടുത്തരുതേ.
നിരാശപ്പെടുത്തരുതേ. ഇന്നലെ കണ്ട കാമുകനുമായി എനിക്ക് വിവാഹം കഴിച്ചാൽ മതി, എനിക്കെന്നെ വാപ്പ സ്നേഹം നൽകിയിട്ടില്ല, എൻ്റെ ഉമ്മ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പരസ്യമായി കോടതി മുറിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വക്കീൽ മുഖേന എനിക്കെൻ്റെ പ്രിയപ്പെട്ട കാമുകനുമായി പോയാൽ മതി എന്ന് പറഞ്ഞ് അതിന് സമ്മതം മൂളി പ്രായപൂർത്തിയെത്തിയതാകുന്ന പൊന്നുമോള് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അന്യ സമുദായത്തിൽപ്പെട്ടതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവർ കന്യരാകുന്ന ചെറുപ്പക്കാരുമായി ബൈക്കിൽ കയറിക്കൊണ്ട് ടാറ്റയടിച്ച് പോകുമ്പോ നൊമ്പരപ്പെടുന്ന ഹൃദയം അത് വാപ്പയുടേതാണ്, ഉമ്മയുടേതാണ്. എവിടെയാണ് ഈ പാപങ്ങൾ കഴുകിക്കളയുക? മുസ്ലിമേ, നിനക്ക് ഞായറാഴ്ച ഒരു കുർബാനയില്ല, നിനക്ക് അത്തരത്തിലുള്ള ഒരു പാപമോചനത്തിന് അവസരമില്ല. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത്? എൻ്റെ ജീവിതാകുന്ന ഏറ്റവും വലിയ നന്മ ആർക്കെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് 3 വട്ടം പറഞ്ഞത് ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ്. 4ാമത്തെ വട്ടം വാപ്പയാണ് പറഞ്ഞത്. കൂട്ടുകാരെ റസൂലുള്ള പറഞ്ഞിട്ടില്ല, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഉമ്മ മാറുന്നതാകുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം ഖൈറിലാവൂ. ചെറുപ്പക്കാരാ, നിന്റെ വാപ്പ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നീ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ ജീവിതം നന്മയിൽ അധിഷ്ഠിതമാകൂ. എന്തിനാണ് 3 വട്ടം ഉമ്മയെ പറഞ്ഞത്? തഴവാ ഉസ്താദ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 3 കാരണങ്ങൾ കൊണ്ട് വാപ്പയേക്കാൾ ഗ്രേഡ് കൂടിയത് ഉമ്മയാണ്, ഉമ്മയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം പാപ്പയിൽ ഒഴിവാണ്.